മാറ്റിവെച്ചിരിക്കുന്നവർ ഓർക്കണം, 15,000 രൂപ കറങ്ങാൻ വേണ്ടി പോകാൻ മാറ്റിവെച്ചിരിക്കുന്നവർ, 25,000 രൂപയുടെ സമ്പത്ത് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ഹിയ കൊടുത്തിരിക്കണം. മൻ കാന ലഹു സഅത്തുൻ അലാ അൻ യുളഹിയ ഫലം യുളഹി ഫലാ യഖ്റബന മുസല്ലന. ആരുടെയെങ്കിലും കൈവശം ഉദ്ഹിയ കൊടുക്കാനുള്ള സമ്പത്ത് ഉണ്ടായിട്ട് അവൻ ഉദ്ഹിയ കൊടുത്തില്ല എങ്കിൽ ഫലാ യഖ്റബന മുസല്ലന, എന്റെ പള്ളിയിൽ അവൻ നമസ്കരിക്കാൻ വരണ്ട, എന്റെ മുസല്ലയിൽ അവൻ നമസ്കരിക്കാൻ വരണ്ട. വമൻ കാന ലഹു സഅത്തുൻ അൻ യുളഹിയ ഫലം യുളഹി ഫൽയമുത് ഇൻഷാ യഹൂദിയ വ ഇൻഷാ നസ്രാനിയ. ആർക്കെങ്കിലും ഉദ്ഹിയ കൊടുക്കാനുള്ള സമ്പത്ത് ഉണ്ടായിട്ട്, കഴിവുണ്ടായിട്ട്, ഒരു ഷെയറെങ്കിലും ചേരാനുള്ള കഴിവുണ്ടായിട്ട് ഫലം യുളഹി, അവൻ ഉദ്ഹിയ കൊടുത്തില്ല എങ്കിൽ ഫൽയമുത് ഇൻഷാ യഹൂദിയ ഔ ഇൻഷാ നസ്രാനിയ, ജൂതനോ നസ്രാനിയോ ആയിട്ട് അവൻ മരിച്ചു പോകട്ടെ, ചത്തുപോകട്ടെ. കമാ ഖാല റസൂലുള്ളാഹി. പോണോ? നമ്മൾ ഇത്രയും മുസ്ലിമായിട്ട് ജീവിച്ചിട്ട്, ഇത്രയും അള്ളാഹു ഓഫർ നൽകിയിട്ട് ഈ ഉദ്ഹിയ കൊടുക്കാൻ എന്റെ കൈവശം ഒരു 5,000 രൂപയ്ക്ക് ആടിനെങ്കിലും മേടിച്ചു കൊടുക്കാൻ അതിനുള്ള കഴിവുണ്ടായിട്ട് ഞാൻ കൊടുക്കാതെ മരിച്ചുപോയാൽ ഞാൻ ജൂതനായിട്ടല്ല ഈ പള്ളിയിൽ വന്ന് മയ്യത്തടക്കേണ്ടത്, ഈ ജൂതനായിട്ടല്ലേ ഞാൻ ഈ പള്ളിയിൽ വന്ന് കിടക്കേണ്ടത്? ആലോചിച്ച് നോക്ക്, നബി തങ്ങൾ പറഞ്ഞ വാക്കാൻ, അലാ ഇന്നൽ അല്ലാഹി മിനൽ അഅമാലിൽ മുൻജിയ തുൻജി സാഹിബഹ മിൻ ശർരി ദുനിയ വൽ ആഖിറ. ഓർക്കണം, ഉദ്ഹിയ എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ഷർറുകളെ തൊട്ട് അല്ലാഹു തആല തടഞ്ഞു നിർത്തും. നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിയത്ത് ചെയ്യണം, അല്ലാഹുവേ ഞാനൊരു മൃഗത്തെ വാങ്ങി ഞാൻ സദഖ ചെയ്തേക്കാം, ഹദിയ ചെയ്തേക്കാം. ഈ ഉദ്ഹിയ അല്ലാത്ത സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് മാറാത്ത പ്രശ്നങ്ങള്, കുടുംബത്തിൽ മാറാത്ത വിഷമങ്ങള്, മാറാത്ത രോഗങ്ങള് നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ നിയത്ത് ചെയ്യണം, അല്ലാഹ് ഞാനൊരു മൃഗത്തെ വാങ്ങി ബലി കൊടുത്തേക്കാം, എന്റെ മകളുടെ രോഗത്തെ ശിഫയാക്ക്, എന്റെ കുടുംബത്തിലെ പ്രശ്നത്തെ ശിഫയാക്ക്. ഏറ്റവും വലിയ നേർച്ചയാണ് മൃഗബലി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ നേർച്ചയാണ്. ചില ആളുകൾ നേർച്ച നേരും, എന്ത് പിന്നെ ഉദ്ഹിയ ഞാൻ ചെയ്തേക്കാം, ഉദ്ഹിയ ഞാൻ അള്ളാന്റെ മാർഗത്തിൽ ഞാൻ നേർച്ച നേർന്നേക്കാം. ഉദ്ഹിയത്തിൽ നേർച്ച ആരെങ്കിലും ജുമാ നിസ്കാരം നേർച്ച തരുമോ? ഞാൻ ഇന്ന് ജുമാ നിസ്കരിച്ചേക്കാം, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ഒരു നേർച്ചയാണ് ജുമാ നിസ്കരിക്കാൻ, അതുകൊണ്ട് ഞാൻ ആരെങ്കിലും ജുമാ നിസ്കരിക്കാൻ നേർച്ച തരുമോ? ലോറ നിസ്കാരം ആരെങ്കിലും നേർച്ച തരുമോ? ഇത് ഇവന്റെ മേലെ നിർബന്ധമായ കാര്യം, ഇവൻ പിന്നെ അതിന് നേർച്ച നേരാൻ? നേർച്ച നേരേണ്ടത് അല്ലാത്ത സന്ദർഭത്തിലാണ് ഇവൻ നേർച്ച നേരേണ്ടത്. ഞാനൊരു ഉദ്ഹിയയുടെ മൃഗത്തെ ഞാൻ വാങ്ങി അറുത്തുകൊള്ളാം. ഈ ഉദ്ഹിയയുടെ മൃഗത്തെ കാണുമ്പോഴൊക്കെ നിങ്ങൾ തക്ബീർ വിളിക്കണം. ദുൽഹജ്ജ് 1 മുതൽ 10 വരെ തക്ബീർ, ദുൽഹജ്ജ് 1 മുതൽ 10 വരെ തക്ബീർ. ഇതിനെ കാണുമ്പോൾ ഒക്കെ തക്ബീർ വിളിക്കണം, ഇതിനൊക്കെ തടവിക്കൊണ്ടിരിക്കണം. 1 മുതൽ 10 വരെ ചാല കമ്പോളത്തിലൊക്കെ തക്ബീർ വിളിച്ചോണം. 1-ാം തീയതി മുതൽ വിളിച്ചോണ്ടേ കട തുറക്കാൻ പോകാവും, നിയമം അത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അതുമായി ബന്ധപ്പെട്ടും ഈ ഉദ്ഹിയ മൃഗത്തെ പരിചരിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളും കൂടെ പറഞ്ഞു.